ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അതുപോലെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം വന്നുല്ലേ? അപ്പോൾ ഓണത്തിന് സദ്യയിൽ ഒഴിച്ചുവിടാൻ പറ്റാത്തത് എന്താണ്? സാമ്പാർ അല്ലേ? സാമ്പാർ ഇല്ലാത്ത സദ്യ ഉണ്ടോ? ഇല്ല. ടേസ്റ്റോട് കൂടി സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സാമ്പാർ പൊടി തയ്യാറാക്കിയാലോ? ഇങ്ങനെ എല്ലാവർക്കും മസാലക്കൂട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ സാമ്പാർ റെഡി ആവില്ല. അപ്പോൾ അടിപൊളിയായിട്ടൊരു സാമ്പാർ കൂട്ടാൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഓണക്കല്ലേ വരുന്നത്, എങ്ങനെയുണ്ടെന്ന അഭിപ്രായം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ പറയാൻ വേണേ. എന്തൊക്കെ ചേരുവകളാണ് എനിക്ക് വേണ്ടത്, അതിൻ്റെ കൃത്യമായിട്ടുള്ള അളവ്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കിയാലോ? അപ്പോൾ അത് കണ്ടുവരാം. അപ്പോൾ സാമ്പാർ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് മുളക്, മല്ലി, കടലപ്പരിപ്പ്. മാറ്റമുണ്ട് കേട്ടോ, അത് കടലപ്പരിപ്പാണ്. പിന്നെ അത് തുവരപ്പരിപ്പ് ഉണ്ടോ, പിന്നെ ഉഴുന്ന്, ഉലുവ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അളവുകൾ എന്താണെന്ന് വെച്ചാൽ, മുളക് ഞാനൊരു 2 പിടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്താം കേട്ടോ. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ 2 പിടി എടുത്തിട്ടുണ്ട്. മുളക് നമ്മൾ ഈ പൊടിക്കുമ്പോൾ കുറവായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഒന്ന് വറുത്ത് പൊടിച്ച് അതിൽ കൂടെ കൂട്ടാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാമ്പാർ വെച്ചതിന് ശേഷം വറുത്തിടുമ്പോൾ മുളക് പൊടി എക്സ്ട്രാ കുറച്ച് വറവിലിട്ടാണ്ട് ഒഴിച്ചാലും മതി കേട്ടോ. അതല്ലെങ്കിൽ ഈ പൊടിയിലൂടെ തന്നെ നമുക്ക് കുറച്ച് മിക്സ് ആക്കാം. മല്ലി എടുത്തിട്ടുള്ളത് ഈ ഒരു സ്പൂൺ കണ്ടോ. നമ്മൾ ഏത് സ്പൂണാണ് എടുക്കുന്നത് വെച്ചാൽ അതുപോലെ, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഇങ്ങനെ അളവ് പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി കേട്ടോ. ഇതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ സ്പൂണാണ് വെച്ചാൽ 10 സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഇതിന് 10 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ പാത്രത്തിനാണെങ്കിൽ ഒരു പാത്രമാണ് ഇട്ടുള്ളത്. നമ്മളിങ്ങനെ അളന്നിങ്ങനെ ഇടുമ്പോൾ 2, ഇപ്പോൾ 2, 3, 4, 5, 6, 7, 8, 9, 10. ഇത് 250 ml ഒരു പാത്രമാണ് കേട്ടോ. ഇങ്ങനെയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഈ ഒരു പാത്രം എടുത്താൽ മതി. അതല്ല നമ്മൾ എന്തിനാണ് നമ്മൾ ഏത് അളവ് എടുക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മറ്റു സാധനങ്ങൾ കുറച്ചാൽ മതി. അപ്പോൾ ഇതിന് ഞാൻ സ്പൂൺ എടുക്കണമെങ്കിൽ 10 സ്പൂണാണ്. ഇങ്ങനെ 10 സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ മല്ലീൻ്റെ നേർ പകുതിയാണ് നമ്മൾ എടുക്കേണ്ടത് കടലപ്പരിപ്പ്. ഇതിന് 5 സ്പൂൺ, ഇത് 10 സ്പൂണാണ് എടുത്തേണ്ടത് വെച്ചാൽ ഇതിന് 5 സ്പൂണാണ് കടലപ്പരിപ്പ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനൊരു പാത്രം ഉണ്ട് കേട്ടോ. അത് ഇതിൻ്റെ മല്ലീൻ്റെ നേർ പകുതി ആണ് ഇതുള്ളത് കടലപ്പരിപ്പ് കേട്ടോ. മല്ലീൻ്റെ നമ്മൾ ഏത് ഇതിലാണ്, ഇപ്പോൾ ഈ സ്പൂണിലാണ് നമ്മൾ എടുക്കുന്നത് വെച്ചാൽ അത് 10 ആണ് വെച്ചാൽ അത് 5. അപ്പോൾ ഇതിൻ്റെ ഇത് 250 ml ഞാൻ എടുത്തുള്ളൂ. അപ്പോൾ ഇത് 125 ml ആണ് കേട്ടോ. അതിന് ഒരു പാത്രമാണ് കടലപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. അതേപോലത്തെ അതേ അളവ് തന്നെയാണ് സാധാ നമ്മുടെ തുവരപ്പരിപ്പ് എടുക്കേണ്ടത്. അതും അതേ അളവാണ് കേട്ടോ. ഇത് 2ഉം 5, ഇത് 10 ആണെങ്കിൽ ഇത് 2ഉം 5. പിന്നെ വേണ്ടത് ഇത് ഞാൻ 5 എന്ന് പറയണത് ഈ സ്പൂണാണ് കേട്ടോ. ഇപ്പോൾ 10 സ്പൂണ് മല്ലിയാണെങ്കിൽ 5 സ്പൂണ് കടലപ്പരിപ്പും 5 സ്പൂണ് തുവരപ്പരിപ്പും. പിന്നെ വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് 4 സ്പൂണാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ ഉഴുന്ന് പരിപ്പ് 4 സ്പൂൺ കേട്ടോ. പിന്നെ അതിൻ്റെ പകുതിയാണ് ഉലുവ വേണ്ടത്. ഉഴുന്ന് പരിപ്പ് 4 ആണെങ്കിൽ ഉലുവ വേണ്ടത് 2 സ്പൂണാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് 60 ml നിറയല്ല കേട്ടോ. അതിൻ്റെ ഹാഫ് ലെയർ ഉണ്ടേനും. അങ്ങനെയാണ് ഉലുവ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളല്ലേ. ഇത് 10 സ്പൂണാണെങ്കിൽ ഇത് 2ഉം 5 സ്പൂണ്, ഇത് 4 സ്പൂണ്, ഇത് 2 സ്പൂണ്. അങ്ങനെയാണ് നമുക്ക് സാമ്പാർ പൊടിക്ക് ആവശ്യമുള്ളത്. ഇപ്പോൾ അളവൊക്കെ മനസ്സിലായില്ലേ? പിന്നെ വേണ്ടത് എല്ലാതും വെവ്വേറെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്തെടുക്കാം. പാത്രം ചൂടായി, അതിലേക്ക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. മുളക് വറവായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റാം. മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തത് മല്ലിയാണ് കേട്ടോ. മല്ലി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റാം കേട്ടോ. ഇനി
പരിപ്പ് പെട്ടെന്ന് ഹൈ ഫ്ലെയിമിലിട്ടാണ്ട് കരിയിച്ചെടുക്കാതെ നന്നായിട്ട് ആദ്യം ഒന്ന് സിമ്മിലാക്കി നന്നായിട്ട് ഇളക്കി വറുത്തെടുക്കുക കേട്ടോ. ഇപ്പോൾ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങാം. ഇനി അടുത്തത് കടലപ്പരിപ്പ്. കടലപ്പരിപ്പുമായിട്ടുണ്ട്, അത് വാങ്ങാം കേട്ടോ. ഇനി ഉലുവ പെട്ടെന്ന് സിമ്മിലിട്ട് വറുത്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതാ ഉലുവ ആയിട്ടുണ്ട് കേട്ടോ. ഇനിയുള്ളത് ഉഴുന്നും ആയിട്ടുണ്ട് കേട്ടോ. ഇനി തീ ഓഫ് ആക്കാം. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇനി ഓരോന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം വറുത്ത മുളക് ചൂടാറിയിട്ടുണ്ട്, ആദ്യം അത് പൊടിച്ചെടുക്കാം കേട്ടോ. ഇനി ഇത് മുളക് പൊടിച്ചിട്ടുണ്ട്, അരിച്ചെടുക്കാം കേട്ടോ. ഇത് ഇത്ര തരി ഉണ്ട് കേട്ടോ. അത് ലാസ്റ്റ് നമുക്ക് എല്ലാതും കൂടി ഒന്നിച്ച് പൊടിക്കാം. ഇനി അടുത്തത് മല്ലി. ഇതിലും കുറച്ച് തരിയുണ്ട്, അത് മാറ്റി വയ്ക്കാം. ഇനി കടലപ്പരിപ്പും തുവരപ്പരിപ്പും രണ്ടും കൂടി ഒന്നിച്ചിട്ടാണ്ടാണ് കേട്ടോ പൊടിക്കുന്നത്. മാറ്റി വെച്ച പൊടികളും കൂടി ഇതിലിട്ട് കൊടുത്താണ്ട് ഒന്നിച്ച് പൊടിക്കുക കേട്ടോ. ഇപ്പോൾ പരിപ്പ് രണ്ടും പൊടിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മല്ലിൻ്റെയും മുളകിൻ്റെയും താരി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പരിപ്പ് പൊടിച്ചതിൻ്റെത് ഇത്ര ബാക്കിയുള്ളത്. ഇനി അത് ജാറിക്കിടാം. എല്ലാതും നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. ഉഴുന്നും ഉലുവയാണ്. അപ്പോൾ അതാ ഉലുവയും ഉഴുന്നും പൊടിച്ചതാണ്. ഇനി അതും അരിച്ചെടുക്കാം. കുറച്ച് തരിയുണ്ട്, ഇത് ചെറിയ ജാറിലിട്ടാണ്ടൊന്ന് പൊടിക്കട്ടെ കേട്ടോ. അപ്പോൾ അത് പൊടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് അരിക്കട്ടോ. ഈ പൊടികളെല്ലാം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം ഒന്നുകൂടി തരിച്ചെടുക്കുക. എല്ലാ ഭാഗത്തും എല്ലാതും ഒരുപോലെ ആകും. അതിൻ്റെ മുന്നേ എല്ലാതും എല്ലാ സൈഡിൽ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കി വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കായം ചേർക്കാറില്ല, കായം പൊടിച്ച് ചേർക്കാറില്ല. അതിന് പകരമായിട്ട് നമ്മൾ സാമ്പാർ വെക്കുന്ന ടൈമിൽ പരിപ്പ് വേവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടാറാണ് കേട്ടോ. കായത്തിൻ്റെ സ്മെല്ല് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം എല്ലായിടത്തും മിക്സ് ചെയ്തായിട്ടുണ്ട് കേട്ടോ. ഇനി എന്നാലും ഇതൊന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ തരിച്ചതിന് ശേഷം തരി ഉണ്ട് വെച്ചാൽ അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. നാളികേരം വറുത്തരയ്ക്കുമ്പോൾ അതിൽ കൂടെ കൂട്ടി അരച്ചാലും മതി, അല്ലെങ്കിൽ ഒന്നും കൂടി നന്നായിട്ട് ഫൈൻ പോലെ പൊടിഞ്ഞെണ്ണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ പിന്നെ അരിക്കൊന്നും വേണ്ട. ഇതുണ്ടോ, അങ്ങനെ ചെറിയ പൊടികളുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇത്ര കുറച്ചൊക്കെ ആകുമ്പോൾ പൊടിഞ്ഞ് കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇനി അല്ലെങ്കിൽ കളയാം, അല്ലെങ്കിൽ പിന്നെ നാളികേരം വറക്കുമ്പോൾ നമുക്ക് അതിലിട്ട് ചേർത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് നിറം വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ മുളക് പൊടി ചേർത്ത പോലെ കുറച്ച് നമുക്ക് കാശ്മീരി മുളകും കൂടി വാങ്ങി ഇതേപോലെ വറുത്ത് പൊടിക്കുക കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല. നമ്മുടെ സാമ്പാർ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ലൊരു ടൈറ്റുള്ള ജാറിലാക്കി വെച്ചാൽ എത്ര കാലം വരെ വേണമെങ്കിലും നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേട്ടോ സാമ്പാർ പൊടി. ഇതാണ് നമ്മുടെ സാമ്പാർ പൊടി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറായിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ ഈ ഒരു പൊടി മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ. ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.